ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയച്ച് ഇത്തരത്തിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട് എന്നെല്ലാം സ്ക്രീൻഷോട്ട് എല്ലാം അയക്കാറുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ അവർ ഇപ്രകാരം കോപ്പിറൈറ്റ് ക്ലെയിം വരുമ്പോൾ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു എന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ആവുകയില്ല. അതിനാൽ തന്നെ എന്തെല്ലാമാണ് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം നമ്മുടെ വീഡിയോയ്ക്ക് വന്നാൽ നമ്മൾ ജനറലായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ തീർച്ചയായും ഒരുപാട് ക്രിയേറ്റേഴ്സിനെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നമ്മുടെ വീഡിയോയിൽ എവിടെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്നത്, എന്തിനാണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലെയിം എല്ലാം വരാം. അപ്പോഴും നിങ്ങൾ പല വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതായെല്ലാം വരാം. അതിനാൽ തന്നെ ഇത് കൃത്യമായി എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോക്ക് ഈ ഒരു ക്ലെയിം വന്നിരിക്കുന്നത്, ഇങ്ങനെ ക്ലെയിം വന്നാൽ ഇതിന് എന്ത് സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണമായി ചില ഇമേജസ് യൂസ് ചെയ്തതിന് അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് എല്ലാം യൂസ് ചെയ്തതിനാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരുന്നു എന്ന് കരുതുക. ഇത്തരത്തിലുള്ള സമയത്തെല്ലാം നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്നും ആ ഒരു ഭാഗം നിങ്ങൾക്ക് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ട്രിം ചെയ്ത് കളയുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മ്യൂസിക് എല്ലാം റീപ്ലേസ് ചെയ്യുക. ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലെയിം എപ്രകാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആക്ഷനാണ് നമ്മൾ ഇതിനു വേണ്ടി സ്വീകരിക്കേണ്ടത്. ഒട്ടുമിക്ക കേസുകളിലും നമുക്ക് ഇപ്രകാരം വന്നിരിക്കുന്ന ക്ലെയിമിൽ ഉൾപ്പെട്ട ആ ഒരു പോർഷൻ അത് ട്രിം ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ആ മ്യൂസിക് ഇത് മ്യൂട്ട് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ആ മ്യൂസിക് റീപ്ലേസ് ചെയ്ത്, അതായത് കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ആ മ്യൂസിക് മാറ്റി കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത പുതിയൊരു മ്യൂസിക് എല്ലാം നൽകി നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാൻ സാധിക്കും. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പ്യൂട്ട് ക്ലെയിം എന്നതിനെ പറ്റിയാണ്. അതായത് നമുക്ക് ആ കോപ്പിറൈറ്റ് കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ലൈസൻസ് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ക്ലെയിം എന്നൊരു ഓപ്ഷൻ സ്വീകരിക്കാം. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ നേരത്തെ നേടിയിരിക്കണം. ഈ ഒരു കാര്യം നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ എവിഡൻസായി നമുക്ക് നൽകാനും അതുവഴി നമുക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാനും സാധിക്കും. എങ്ങനെയാണ് ഒരു ക്ലെയിം ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി ഇത്തരത്തിലൊന്നുമല്ല, നമ്മൾ അറിയാതെ മറ്റൊരാളുടെ കണ്ടന്റ് ഇത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഒന്നും ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് ഓണറെ സമീപിച്ച് അവരോട് കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യുന്നതിന് റിക്വസ്റ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ ഓണറിൽ നിന്ന് ആ കണ്ടന്റ് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നേടിയെടുക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ ഈ കോപ്പിറൈറ്റ് ഹോൾഡർ അവർ ഇതിന് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലെ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി കോപ്പിറൈറ്റ് ക്ലെയിമിൽ വരുന്ന മറ്റൊരു കാര്യമാണ് കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യുക എന്നത്. കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്രകാരം ക്ലെയിം എല്ലാം വന്നു, എന്നാൽ ഈ ഒരു ക്ലെയിം ഇത് ഇൻകറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇത് നമ്മൾ അവരെ അറിയിക്കുന്നുണ്ട്, എന്നാൽ അവർ അയച്ച ക്ലെയിം അവർ ഇത് റിമൂവ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൗണ്ടർ നോട്ടിഫിക്കേഷൻ എല്ലാം ഫയൽ ചെയ്യാം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇത് ലീഗൽ വശത്തിലേക്കെല്ലാം പോകുന്നത്. അതായത് നമ്മൾ കോർട്ട് വഴിയെല്ലാം അപ്രോച്ച് ചെയ്ത് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടതായെല്ലാം വരാം. അതിനാൽ തന്നെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിമിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എല്ലാം ലഭിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്